അവിൽ, ശർക്കര, തേങ്ങ, നട്ട്സ് ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു റെസിപ്പിയാണെന്ന് ഇവിടെ കാണിക്കുന്നത്. ഈവനിങ് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഇടനേരം കഴിക്കാനൊക്കെ പറ്റിയ ഒരു ഐറ്റമാണിത്. എല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് അവിലും ശർക്കരയും തേങ്ങയും ഉണ്ടായാൽ മതി. നട്ട്സൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടണമെങ്കിൽ ഇടാം, വേണ്ടെങ്കിൽ വേണ്ട. എങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. 2 കപ്പ് അവിലെടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള അവിൽ തന്നെ നോക്കിയെടുക്കണം, നൈസായിട്ടുള്ളത് എടുക്കരുത്. 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. കുറച്ച് കടല, അണ്ടിപ്പരിപ്പ്, വാൾനട്ട്, ബദാം പരിപ്പ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നട്ട്സിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അവിലിട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്കെല്ലാം ഇളക്കിയിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കുക. അപ്പം അതിനടുത്ത് മാറ്റിയിട്ടുണ്ട്. അടുത്തതായിട്ട് കടലിട്ട് കൊടുക്കുക. ബദാം, വാൾനട്ട് ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിനൊന്ന് വറുത്തെടുക്കുക. ഒത്തിരി അങ്ങോട്ട് ഡാർക്കാക്കി കളയേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായിട്ടൊന്ന് പൊടിക്കാൻ പറ്റുന്ന പരുവത്തിലായി കിട്ടിയാൽ മതി. ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ അവിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല തരിത്തരിപ്പോട് കൂടിയിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഒത്തിരി അങ്ങോട്ട് നൈസാക്കി കളയരുത്. അതേപോലെ നട്ട്സും തരിതരിപ്പോട് കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ പാനിലേക്ക് കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ പീസാക്കി മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൂട്ടാം, എത്ര വേണമെങ്കിലും കുറയ്ക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇതൊന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങയുടെ അളവ് നിങ്ങൾ കുറയ്ക്കരുത്. അത്യാവശ്യം തേങ്ങ ഇട്ട് കൊടുക്കണം. ഇത് 1 കപ്പിലും മേലുണ്ട് തേങ്ങ. അതിട്ട് കൊടുത്തിട്ട് ഒന്ന് അതിനെ ചൂടാക്കി എടുക്കുക. ഒത്തിരി അങ്ങോട്ട് മൊരിയിച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം നല്ലപോലെ തേങ്ങയെല്ലാം നല്ലപോലെ ചൂടായി വന്നാൽ അതിലേക്ക് ശർക്കര ഉരുക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കുക. 3 അച്ച് ശർക്കരയിൽ ഞാൻ 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഉരുക്കിയെടുത്തത്. അത് നല്ലപോലെ അരിച്ചെടുത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഏലക്കായ ഇട്ട് കൊടുക്കാം. ഏലക്കായുടെ പൊടിയോ എങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. നല്ലപോലെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് പൊടിച്ച് വെച്ചതെല്ലാം ഇട്ട് കൊടുക്കണം. അവിൽ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം ഇളക്കി എടുക്കാനായിട്ട്. ഒന്നിച്ച് ഇട്ട് കൊടുക്കരുത്. അതേപോലെ തന്നെ സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടുത്തത് നട്ട്സ് എല്ലാം കൂടി പൊടിച്ച് വെച്ചത് ഇട്ട് കൊടുക്കുക. നട്ട്സ് പൊടിക്കുമ്പോഴും ഒത്തിരി അങ്ങോട്ട് നൈസാക്കിയിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നല്ല തരിതരിപ്പോട് കൂടിയിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. എങ്കിലേ എല്ലാ വശവും ഒരേപോലെ ആയി വരുള്ളൂ. ഇനി ഇതിനെ ഇളം ചൂടോട് കൂടിയിട്ട് ഏത് ആകൃതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം, ഉരുട്ടിയെടുക്കാം, പരത്തിയെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനിതിനെ ഈ രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അവിലും ശർക്കരയൊക്കെ എപ്പോഴും നമ്മളുടെ വീട്ടിലുണ്ടാവുന്നതാണ്. കുറച്ച് തേങ്ങ ഉണ്ടാവും, കുറച്ച് നട്ട്സൊക്കെ നിങ്ങൾ വാങ്ങിച്ചിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. ഇടയ്ക്കെല്ലാം സ്നാക്സായിട്ട്, ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ടും അല്ലെങ്കിൽ ഇടയ്ക്ക് നേരമൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.